കാച്ചില് പറിക്കാൻ പോവാ. കാച്ചില് കാച്ചില് പറിക്കട്ടെ. കണ്ട കാച്ചില് കണ്ട കാച്ചില് കണ്ട കാച്ചില് മുറിഞ്ഞു പോയി. ഇതേ ബാക്കി എൻ്റെ അകത്തിരിക്കുന്നു. വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നാ അത് കാച്ചില്. കാച്ചിൽ കണ്ടാ പിന്നെ മുറിഞ്ഞു കണ്ടാ. മുറിഞ്ഞു പോയി. നമ്മള് വീട്ടിൽ നിന്ന് പറിച്ച കാച്ചില് ഇനിയിപ്പോ നമുക്കത് കാച്ചിൽ ഉടച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് കാച്ചില് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഒരു അല്പം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതിനോടുകൂടി ഇതിനൊരു ചെറിയ കിളികിളിപ്പുണ്ട് കാച്ചിലിന്. അതങ്ങനെയാ, കാച്ചിലിന്റെ ഒരു ടെക്സ്ചർ അങ്ങനെയാണ്. അപ്പൊ അതിലല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാച്ചില് വേവിച്ചെടുക്കാം. കാച്ചില് പെട്ടെന്ന് വേകുന്നതാണ്. അപ്പൊ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ഇനി കാച്ചിൽ ഉടച്ചതിലേക്ക് ചേർക്കാനുള്ള അരപ്പിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2 ചെറിയ ചുവന്നുള്ളി ചതച്ചിട്ടത്, 1 വെളുത്തുള്ളി, അല്പം കറിവേപ്പില, പിന്നെ എരിവിന് പാകത്തിന് 1-2 പച്ചമുളക്. ഇത്രയും കൂടെ നന്നായിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. തീരെ അങ്ങ് അരപ്പ് അരഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അരകല്ലി വെച്ച് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് അരപ്പിന്റെ കൂട്ടാൻ. ഇനി നമുക്ക് കാച്ചില് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇപ്പം അതിന് നിരപ്പ വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്, ഒരു ജസ്റ്റ് അതിനൊന്ന് നിരപ്പ വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വേകുന്ന സാധനമാണ്. കാച്ചിൽ ഉടച്ചത് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചേനയും ചേമ്പും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഏകദേശം നമ്മുടെ കാച്ചില് വേവിക്കാൻ വെച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിലെ തേങ്ങ, കൊച്ചുള്ളി 2 എണ്ണം, 1 വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അല്പം മഞ്ഞൾ പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് അഴകല്ലേൽ ഒതുക്കിയെടുത്തതാണ് അരപ്പ്. ഇനി അല്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച്. ഇപ്പൊ ആവശ്യത്തിന് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. ഇനി കുറച്ചു നേരം ഒന്ന് അരപ്പൊന്ന് ആവി കയറാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. കാച്ചില് അരപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് ആവി കയറാനായിട്ട് നമ്മൾ അടച്ചായിരുന്നു. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ആവിയൊക്കെ കയറി. ഇനി നമുക്ക് ആ കാച്ചിലും അരപ്പും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കാം. ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് ഒരല്പം ഒന്ന് ഇടുന്നത് നല്ലതായിരിക്കും. കഞ്ഞിക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. പുഴുക്ക് പോലെ അല്ലേ. ഇതിൻ്റെ അകത്ത് ചേനയും എല്ലാം ഇട്ട് വേണം ചെയ്യാം. കായ് മിക്സ്ഡ് ആയിട്ട്.
കൂട്ടുകറി പോലെ മിക്സ്ഡ് ആയിട്ടും നമുക്ക് ഇതിന്റെ പുഴുക്കുണ്ടാക്കാം. ചൂടൊന്ന് ആറി തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഡ്രൈ ആകും. അതുകൊണ്ട് ഇപ്പൊ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ച് ആരും പേടിക്കണ്ട. ഇപ്പൊ നമ്മൾ ആ അരപ്പും കാച്ചിലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് താളിച്ച് ഇതിലേക്ക് ചേർക്കാം. ഉപ്പും എരിവും ഒക്കെ മതിയോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കറിവേപ്പിലയും കടുകും കൂടെ താളിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി താളിക്കുന്നതിന് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് താളിക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണ നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നമ്മുടെ ഈ കാച്ചിൽ ഉടച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും അതേസമയം വളരെ ഹെൽത്തിയുമായിട്ടുള്ള കാച്ചിൽ ഉടച്ചത് തയ്യാറായിട്ടുണ്ട്. തനി നാടൻ റെസിപ്പിയായ കാച്ചിൽ ഉടച്ചത് തയ്യാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ വീണ്ടും ഇതേപോലെയുള്ള തനി നാടൻ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് നമുക്ക് കപ്പ ഉഴച്ചതിന്റെ പോലെ തന്നെ നമുക്ക് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ഒരു റെസിപ്പിയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.